ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിലെ ചുരിദാർ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ടോപ്പിൻ്റെ ഈ വശം എടുക്കാം. ഇത് ബാക്ക് സൈഡാണ്. ഞാൻ ഫ്രണ്ട് സൈഡിൽ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ആക്കി ഇടാം. ഇതാ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ ആക്കിയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ഇടാം. അപ്പോൾ നമുക്കിനി ഇവിടെ എങ്ങനെയാണ് നെക്ക് എടുക്കേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ നെക്ക് നോർമലി ഒരു അഡൾട്ടായിട്ടുള്ള ആൾക്കാർക്കൊക്കെ 3 ഇഞ്ച് മതിയാവും, അല്ലെങ്കിൽ 3.25 ഇഞ്ച് 3.5 ഇഞ്ച് വരെ കൊടുക്കാം. അപ്പോൾ നോർമലായിട്ടുള്ളൊരു തടിയോ ഒക്കെയുള്ള ആൾക്കാർ 3 ഇഞ്ച് മതിയാവും. അപ്പോൾ അങ്ങനെ ഞാൻ 3 ഇഞ്ച് കൊടുക്കുകയാണ്. നിങ്ങൾ 3 ഇഞ്ചിൽ ചെയ്ത് നോക്കുക. താഴോട്ടേക്ക് ഞാൻ കൊടുക്കുന്നതൊരു 4 ഇഞ്ചാണ് താഴോട്ടേക്ക് കൊടുക്കുന്നത്. അതായത് സീം അലവൻസ് ഇവിടെ ഷോൾഡറിന് സീം പോവുമല്ലോ, 1/2 ഇഞ്ച്, അതും കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ അത് കൂട്ടിയിട്ടാണ് ഞാനിവിടെ 4 ഇഞ്ച് കൊടുക്കുന്നത്. ഞാനിവിടെ റൗണ്ട് നെക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഷോൾഡർ സ്ലോപ്പൊന്നും ഞാൻ കൊടുക്കാറില്ല. സാധാരണ കൊടുക്കുന്നവർക്ക് അത് കൊടുക്കാം. എനിക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് കുറച്ച് ഷോൾഡർ വീണ് പോകുന്നതായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഷോൾഡർ സ്ലോപ്പൊന്നും കൊടുക്കാറില്ല. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഓൾറെഡി ഒരു നെക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് ആദ്യം തന്നെ ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കണം. നമുക്ക് ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കാം. ബാലൻസ് കട്ട് ചെയ്താണ്. നമുക്ക് ഇവിടെ എല്ലാം ചെറിയ നോച്ച് കൊടുക്കാം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നോച്ച് കൊടുക്കാൻ. റൗണ്ട് നെക്ക് ആയതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് 1 ഇഞ്ച് അകലത്തിൽ കൊടുക്കാം. ബിഗിനേഴ്സ് ആകുമ്പോൾ അങ്ങനെ 1 ഇഞ്ച് അകലത്തിലൊക്കെ കൊടുത്തിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാക്സിമം കൊടുക്കാം. ഇനി നമ്മൾ ഒന്ന് പതിച്ചടിക്കാം. ഇതൊന്ന് പതിച്ചടിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ഈ ഒരു ക്രോസ് പീസിൻ്റെ ഭാഗത്തേക്ക് ആക്കി വെക്കാം. ക്രോസ് പീസിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് ക്രോസ് പീസിൻ്റെ ഭാഗത്താണ് ഉള്ളത് എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അല്ലെങ്കിൽ അപ്പുറത്തെ ഭാഗത്താക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ മാക്സിമം പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തായാലും കുറച്ച് ഭാഗമൊന്ന് ഫ്രണ്ടിലേക്ക് കാണും. ഇങ്ങനെയാകുമ്പോൾ പതിഞ്ഞിരിക്കും. അത് എല്ലാ ഡിസൈനൊന്നും ചെയ്യാൻ പറ്റില്ല, പതിച്ചടിക്കലൊന്നും നടക്കത്തില്ല. റൗണ്ട് നെക്കിനൊക്കെ കുഴപ്പമൊന്നുമില്ല, വേഗം അങ്ങ് അടിച്ചെടുക്കാം. ഇനി അപ്പോൾ നല്ല വശത്താണ് നമ്മൾ ഇത് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് പീസാണ്. ഇത് ഞാനിപ്പം ബാക്ക് പീസാണ്, ഇനി ഫ്രണ്ട് പീസാണ് എടുക്കുന്നത്. ഫ്രണ്ടിൽ അപ്പോൾ ഞാനിത് ഒരു ഡിസൈൻ ചെയ്തതുകൊണ്ട് ഇങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാം.
ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഈ ക്രോസ് പീസ് ഇങ്ങനെ തുറന്ന് വയ്ക്കുക. എന്നിട്ട് ഈ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡിൻ്റെ ഫ്രണ്ട് സൈഡ് എടുത്ത് വയ്ക്കുക, ഫ്രണ്ട് സൈഡ്. എന്നിട്ട് ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശം ഇങ്ങനെ ഉള്ളോട്ടേക്ക് ആക്കി വയ്ക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് ഇവിടെ കറക്റ്റായിരിക്കണം ഇവിടെ. നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. കാരണം നമ്മളിത് ഓപ്പോസിറ്റ് മടക്കി വരുമ്പോൾ അങ്ങനെ തന്നെ മടങ്ങി കിട്ടും, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കറക്റ്റാക്കി വെക്കാം. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഇടാം. കണ്ടോ, അരേഞ്ച് നമ്മൾ എത്രയാണോ സീം അലവൻസ് ഇട്ടത് അതിൽ അടിച്ചെടുക്കാം. ഇനി നമ്മൾ തിരിച്ച് ഇട്ട് കഴിയുമ്പോൾ ഇതാ നല്ല നീറ്റായിട്ട് ഫിനിഷായിട്ട് കിട്ടും. നമുക്ക് 2 തയ്യൽ കൊടുക്കാം, 2 സ്റ്റിച്ച് കൊടുക്കാം. ഷോൾഡറിന് എന്തായാലും 2 സ്റ്റിച്ച് കൊടുക്കണം. കാരണം ഡ്രസ്സ് കംപ്ലീറ്റ് വെയിറ്റ് താങ്ങും, നമ്മുടെ ഡ്രസ്സിൻ്റെ വെയിറ്റ് താങ്ങുന്നത് കംപ്ലീറ്റ് ഷോൾഡറാണ്. അതുകൊണ്ട് 2 സ്റ്റിച്ച് എന്തായാലും കൊടുക്കാം. അതുപോലെ ഇപ്പുറത്തെ വശവും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വെച്ച് തിരിച്ച് മടക്കാം. അത് ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നമുക്കത് അത്ര മനസ്സിലാവില്ല, അത് എങ്ങോട്ടേക്കാണ് മടക്കേണ്ടതെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് അങ്ങനെ മടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ വെച്ച് കഴിഞ്ഞ് നേരെ വെക്കുമ്പോൾ ഇങ്ങനെ കിട്ടും നീറ്റായിട്ട്. ഇനി നമുക്ക് ഈ ഒരു അപ്പോൾ നമ്മൾ ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഉള്ളിലേക്ക് മടങ്ങിയിട്ട് തന്നെ ഉണ്ടാവും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, കുറച്ച് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും ഇങ്ങോട്ട്. എനിക്കൊക്കെ അങ്ങനെ എപ്പോഴും തിരിഞ്ഞു പോകുമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾക്കിത് ഇങ്ങനെ ഒരു മടക്കി രണ്ടാമത്തെ മടക്കിത് ഒരു മടക്കി അടുത്ത മടക്കിൽ നേരെ ലാസ്റ്റ് ഇവിടെ എത്തുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കാം. നീറ്റായിട്ട് ബാക്ക് സൈഡ് ഇതൊന്ന് ഇനി എന്തായാലും ഒന്ന് അയൺ ചെയ്യണം. ഇങ്ങനെ സ്റ്റിച്ച് എത്ര നല്ല നീറ്റായി സ്റ്റിച്ച് ചെയ്താലും അയൺ ചെയ്തെടുക്കണം, എന്നാലും നീറ്റായിട്ട് അവിടെ നിൽക്കൂ. ഓക്കെ, അപ്പോൾ ഇതാ ബാക്കിൽ ഇങ്ങനെ ഇതൊന്ന് അയൺ ചെയ്ത് എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് സ്ലീവ് വയ്ക്കാമെന്നാണ്. അപ്പോൾ സിമ്പിൾ ചുരിദാറാകുമ്പോൾ നമുക്ക് അത്രേ പണിയുള്ളൂ. വേഗം ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവ് വയ്ക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് സ്ലീവ് എടുക്കാം, അടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഇതാ ഒരു അരയിഞ്ച് ഇങ്ങനെ വെക്കുക, അടുത്ത ഇങ്ങനെ വെച്ചെടുക്കാം. സ്ലീവിന് ഇത്രേ പണിയുള്ളൂ, മടക്കി അടിക്കാന്നേ ഉള്ളൂ. ഓക്കെ, അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി നമ്മൾ സ്ലീവ് ഫ്രണ്ടും ബാക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ്
ഫ്രണ്ട് സൈഡിലേക്ക് വരുന്നത്, ഇത് ബാക്ക് സൈഡിലേക്ക്. അങ്ങനെ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വശം ഫസ്റ്റ് എടുക്കാം. ഒരു വശം ഫസ്റ്റ് എടുക്കാം. എന്നിട്ട് അപ്പോൾ നമുക്കിത്, ഇതാണ് ഫ്രണ്ട്, ഇത് ബാക്ക് സൈഡ്, അതുപോലെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശവും ഒരുമിച്ച് വെക്കുമ്പോൾ നമ്മളിവിടെ നോട്ട് ചെയ്ത ഇത് ഇപ്പുറത്താണ് വരുന്നത്. അപ്പോൾ ഇതല്ല ഇതിൻ്റെ സ്ലീവ്. അടുത്തെടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു ഭാഗം, നമ്മൾ നോട്ട് ചെയ്ത ഭാഗം ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് വരുന്നത്. അതായത് നല്ല വശവും ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇതെവിടെയാണോ നമ്മൾ നോട്ട് ചെയ്തത് എവിടെയാണോ ഉള്ളത് അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ബാക്ക് സൈഡിലേക്ക് ആയിപ്പോവും. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കറക്റ്റായിട്ട് വെച്ചിരിക്കണം. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് വേണം സ്ലീവുകൾ അടിച്ചെടുക്കാൻ. നമുക്ക് അപ്പുറത്തെ വശവും അടിച്ചെടുക്കാം. അത് നേരെ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതിനും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. കൈയൊക്കെ എന്തായാലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. കൈ, ഷോൾഡർ ഇതൊക്കെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ വേഗം അഴിഞ്ഞൊക്കെ പോവും, പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഏത് ഡ്രസ്സാണെങ്കിലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അടുത്ത വശം ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് വയ്ക്കാം. അപ്പോൾ നമ്മളിത് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഓരോ ഭാഗത്ത് ഓരോ നോച്ചസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു നോച്ചുണ്ട്, പിന്നെ സ്ലിറ്റ് ഇവിടെ ഒരു നോച്ചുണ്ട്. ഇത് ഷേപ്പിൻ്റെ ഭാഗത്തുള്ള നോച്ചാണ് സ്ലിറ്റ്. അങ്ങനെ ഓരോ നോച്ചസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇവിടെയുണ്ട്. അപ്പോൾ നോച്ചസ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെയും അളവെടുത്ത് ചെയ്യേണ്ട ആവശ്യം പെട്ടെന്ന് വരില്ല. അപ്പോൾ ഇവിടെയൊക്കെയാണ് മാർക്ക് ചെയ്തത് നമുക്ക് മനസ്സിലാവും. നമുക്ക് വെറുതെ ഒരു സിമ്പിളായിട്ടൊരു സ്റ്റിച്ച് നേരെ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഒരു അറ്റത്ത് ഇത്രയും വരെ എത്തിക്കണ്ട, അതിന് മുന്നേ
കുറച്ചൊരു 1.5 ഇഞ്ചിൽ മുകളിലേക്ക് അത് നിർത്താം, സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ഇപ്പോൾ ഇവിടെയൊക്കെ ഓൾറെഡി നോച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും എത്രയാണെന്ന്. നമ്മൾ സീം അലവൻസ് വിട്ടിരിക്കുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ അതും കൂടി ഇവിടെ കൊടുത്താൽ മതിയാവും. ഓരോ ഭാഗത്ത് 1.5 ഇഞ്ച് വെച്ചിട്ട് കൊടുത്താൽ നമുക്ക് സീം അലവൻസ് കിട്ടും. നമുക്ക് കൈക്ക് നമ്മൾ എത്രയായിരുന്നു കൊടുത്തത്? 5.5 ഇഞ്ചായിരുന്നു. 5.5 ഇഞ്ചായിരുന്നു. ഇനി അതൊരു സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുക്കാം. അടിച്ച് ഈ ഒരു ഭാഗത്തേക്ക് വരാം. നേരെ ഓപ്പോസിറ്റ് അതുപോലെ ഇനി അടുത്ത വശവും ചെയ്തെടുത്താൽ മതി. 1.5 ഇഞ്ച് വിട്ടിട്ട് സീം വെക്കാം. നമ്മൾ 1 ഇഞ്ചാണ് ഇവിടെ കൊടുത്തത്. ഇവിടെ 5.5 ഇഞ്ച്. ഇനി നമുക്ക് സ്ലിറ്റാണ് അടിക്കേണ്ടത്. സ്ലിറ്റ് അടിക്കാം. സ്ലിറ്റിന് 1 ഇഞ്ചാണ് വിട്ടത്. അപ്പോൾ 1 ഇഞ്ച് ഇവിടെ കൊടുക്കാം. സിമ്പിളായിട്ട് സ്ലിറ്റ് അടിക്കാം. സ്ലിറ്റിന് ഇപ്പോൾ ഇവിടെ നിന്നൊന്നും കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അളവ് വ്യത്യാസം വന്നെന്ന് വെച്ചിട്ടൊരു പ്രശ്നമൊന്നുമില്ല. 1 ഇഞ്ച് വെച്ച് മടക്കാം. ഈ ഭാഗത്ത് എത്തുമ്പോൾ കറക്റ്റായിട്ട് മടക്കി കൊടുത്താൽ മതിയോ. അര ഇഞ്ചിൽ മുകളിലോട്ടേക്ക് മടക്കാം. മുകളിലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അതിന് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് മടക്കി കൊടുക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകരുത്. ഇങ്ങനെ ചെയ്യാം. നേരെ താഴത്തോട്ടേക്ക് 1 ഇഞ്ച് വെച്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് അടുത്ത വശവും ചെയ്തെടുക്കണം. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്തെടുത്തു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ താഴ്വശം മടക്കി തയ്ക്കാം. അതിന് 1 ഇഞ്ച് 1/2 ഇഞ്ച് നമ്മൾ എത്രയാണ് വിട്ടത് ആ ഒരു
അതുപോലെ അടുത്ത വശവും ചെയ്തെടുക്കാം. ഇനി നമുക്കിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കണം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് തുടങ്ങിയിട്ട് അറ്റത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അറ്റത്തായിരിക്കണം സ്റ്റിച്ച് രണ്ടാമത്തെ സ്റ്റിച്ച്.